അഥർവവേദത്തിൽ പരാമർശിച്ചിട്ടുള്ള ദേവിയാണ് പ്രത്യങ്കിര. സിംഹമുഖമുള്ള ശക്തിയായ ദേവി, സംരക്ഷണത്തിൻ്റെയും ശക്തിയുടെയും പ്രതിരൂപം. ഈ ദേവിയെ ആരാധിച്ചാൽ ശത്രുദോഷത്തിൽ നിന്ന് മുക്തിയും ദുഷ്ടശക്തിയിൽ നിന്നും രക്ഷയും കിട്ടുമെന്നാണ് വിശ്വാസം. പ്രത്യങ്കിര ദേവിയുടെ പിറവിക്കു പിന്നിൽ ഒരു കഥയുണ്ട്. നരസിംഹത്തിൻ്റെ ഉഗ്രരൂപം കണ്ടു ഭയന്ന് ദേവന്മാർ പരമശിവനിൽ അഭയം പ്രാപിച്ചു. പ്രത്യങ്കിര ദേവിയുടെ പിറവിക്കു പിന്നിൽ ഒരു കഥയുണ്ട്. നരസിംഹത്തിൻ്റെ ഉഗ്രരൂപം കണ്ട് ഭയന്ന ദേവന്മാർ പരമശിവനിൽ അഭയം പ്രാപിച്ചു. പരമശിവൻ പ്രത്യങ്കിര ദേവിയെ സൃഷ്ടിച്ചു. പ്രത്യങ്കിര ദേവി നരസിംഹത്തിൻ്റെ ഉഗ്രരൂപത്തിനെ ശാന്തനാക്കി. ഇതുകൂടാതെ ലങ്കാധിപതിയായ രാവണന്റെ മൂത്ത മകൻ ഇന്ദ്രജിത്ത് ദേവിയെ പ്രീതിപ്പെടുത്തുവാൻ യാഗം നടത്തിയിരുന്നു. ഈ യാഗം പൂർത്തീകരിക്കാൻ സാധിച്ചാൽ ഇന്ദ്രജിത്തിനെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല. ഇത് മനസ്സിലാക്കിയ ഹനുമാൻ രാമലക്ഷ്മണനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ യാഗം തടസ്സപ്പെടുത്തുകയായിരുന്നു. പ്രത്യങ്കിര ദേവിയെ ആരാധിക്കുവാൻ ചില പ്രത്യേക രീതികളുണ്ട്. സാധാരണയായി കറുത്തവാവിൻ്റെ അന്നാണ് ദേവിയെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. നാരങ്ങ വിളക്കാണ് പ്രധാന വഴിപാട്. അതുകൂടാതെ എള്ള്, തേൻ, പഴങ്ങൾ, കരിമ്പ്, പട്ട് ഇതെല്ലാം വഴിപാടായി സമർപ്പിക്കാറുണ്ട്. കേരളത്തിൽ പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ പ്രത്യങ്കിര ദേവിയുടെ ക്ഷേത്രങ്ങളുണ്ട്. മലപ്പുറം കൂടല്ലൂർ പ്രത്യങ്കിര ക്ഷേത്രമാണ് പ്രസിദ്ധം.